വിദ്യാലയത്തിലെ ലിയാന ലത്തീഫിനും യാമിക്കും തങ്ങളുടെ ക്ലാസ് ശേഖരിച്ച ബസ് ടിക്കറ്റുകൾ പെറുക്കി വെക്കുമ്പോൾ മറ്റു ക്ലാസുകളേക്കാൾ ഒരു ടിക്കറ്റെങ്കിലും അധികം വേണമെന്ന ചിന്ത മാത്രമായിരുന്നു. ഒന്നാം സ്ഥാനത്തിനു വേണ്ടിയുള്ള പോരാട്ടം. ഇവർ മാത്രമല്ല, മുല്ലക്കൊടി AUP സ്കൂളിലെ 1 മുതൽ 7 വരെയുള്ള മുഴുവൻ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒഴിവാക്കിയ ബസ് ടിക്കറ്റുകൾ എന്നാൽ ഇവർക്കെന്താ, പഠിക്കാനൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നവരോട് വലിയൊരു ഉത്തരമുണ്ട് ഇവർക്കു പറയാൻ. ബസ് ടിക്കറ്റും വിവിധ രസീതുകളുമടക്കം കുഞ്ഞൻ കടലാസു കഷ്ണങ്ങൾ പോലും പലരും വലിച്ചെറിയുകയും കത്തിക്കുകയുമാണ് ചെയ്യാറ്. എന്നാൽ ഇവ ശേഖരിച്ച് പൾപ്പാക്കി വീണ്ടും കടലാസായി ഉപയോഗിക്കാം എന്ന പുത്തനാശയം പങ്കുവയ്ക്കുകയാണ് കണ്ണൂരിലെ ഈ വിദ്യാർത്ഥികൾ. ഇതുവഴി ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ചെറുക്കാനുള്ള പുതു കാഴ്ചപ്പാട് പകരുകയാണിവർ. നമ്മളെല്ലാവരോടും പറഞ്ഞിട്ട് നമുക്ക് നല്ല ഉത്സാഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ശേഖരിക്കാനും പുറക്കാനും നല്ലോണം ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറേ ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. നല്ല തന്നെ. പിന്നെ പെറുക്കാനൊക്കെ നല്ല ഒരു ഉത്സാഹത്തോടെ നമ്മളെല്ലാവരും ശേഖരിച്ചതാണ് ടിക്കറ്റ്. കഴിഞ്ഞ ഒക്ടോബറിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരനാണ് കുട്ടികൾക്ക് മുന്നിൽ ഇത്തരമൊരു ആശയം പങ്കുവച്ചത്. ഓരോ ബസ് ടിക്കറ്റ് നമ്മൾ വലിച്ചെറിയുമ്പോഴും എവിടെയെങ്കിലും ഒരു മരം മുറിഞ്ഞു വീഴുന്നുണ്ടാവും എന്ന ചിന്തയിൽ നിന്നാണ് കുട്ടികൾ ടിക്കറ്റുകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴത് വാശിയായി, ആവേശമായി, വൻ വിജയവുമായി. മുതിർന്നവരുടെ കീശയിലും ബാഗുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഉപയോഗശൂന്യമായ കുഞ്ഞൻ കടലാസുകൾ ശേഖരിച്ച് ഹരിത കേരളം മിഷന് കൈമാറും. ഈ കടലാസുകളിൽ അല്പം രാസപദാർത്ഥങ്ങൾ കൂടി ചേർത്ത് പൾപ്പ് രൂപത്തിലാക്കി മാറ്റി വീണ്ടും കടലാസ് നിർമ്മിക്കാൻ കഴിയും. കഴിഞ്ഞ അധ്യയന വർഷം ഇവിടുന്ന് റിട്ടയർ ചെയ്ത ടീച്ചർ കൊടുത്തതായിരുന്നു ഈ ഇവിടെ കാണുന്ന ഒരു ആരാമം എന്ന് പറഞ്ഞ ഒരു പാർക്ക്. അപ്പോൾ ആ പാർക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ഇങ്ങനൊരു ആശയം ഇപ്പോഴത്തെ ഹരിത മിഷൻ കോർഡിനേറ്റർ, ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ അദ്ദേഹമാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമ്മളത് ഏറ്റെടുക്കുമ്പം ഇത്ര വിജയകരമായൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ കുട്ടികൾ അത് വലിയ രീതിയിലായിരുന്നു. പിന്നെ തുടക്കത്തിലുണ്ടായ ഒരു മന്ദതയൊന്നുമല്ല, പിന്നീട് വളരെ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ പല സ്ഥലത്തു നിന്നും ടിക്കറ്റ് കളക്ട് ചെയ്തത്. ബസ്സിൽ നിന്നും എല്ലാ ബസ്സിൽ നിന്ന് ആൾക്കാരുടെ കീശയിൽ തന്നെ ടിക്കറ്റ് എടുത്ത് പയ്യന്നൂരേക്കും തലപ്പറമ്പിലേക്കും പോകുന്ന ബസ്സാണ് ഇതിൽ കൂടി ഓടുന്നത്. അപ്പോൾ അവർ കയ്യിൽ നിന്ന് തന്നെ അവർക്ക് പോകേണ്ടത് ഡെസ്റ്റിനേഷൻ പോലും നോക്കാണ്ട് അങ്ങനെ ടിക്കറ്റ് കളക്ട് ചെയ്തു. പല ആളെടുക്കുന്നു. അപ്പോൾ ഈ 2 ദിവസം മുന്നേ ഒരു ആൾ അധ്യാപകനെ വിളിച്ച് പറഞ്ഞ കാര്യമുണ്ട്. എനിക്ക് പോലും അറിയാത്ത കുട്ടികൾ എൻ്റെ അടുക്കുന്ന ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ടിക്കറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുട്ടികൾ വലിയ രീതിയിലായിരുന്നു ഈ ഒരു കാര്യത്തോട് പ്രതികരിച്ചത്. കഴിഞ്ഞ 5 മാസമായി മുല്ലക്കൊടി AUP സ്കൂളിലെ കുട്ടികൾ ടിക്കറ്റുകൾ ശേഖരിക്കുന്നുണ്ട്. ഓരോ ദിവസവും സ്കൂളിലേക്കും തിരിച്ചുമുള്ള യാത്രയിൽ സഹയാത്രികരിൽ നിന്നും അധ്യാപകരോടും രക്ഷിതാക്കളോടും ചോദിച്ചും ശേഖരിച്ചത് ആയിരക്കണക്കിന് ടിക്കറ്റുകളാണ്. ഈ ടിക്കറ്റുകൾ ഹരിത കേരളം മിഷന് കൈമാറുമ്പോൾ പ്രധാന അധ്യാപകനായ സുധീറിനും സന്തോഷം. ETV ഭാരത്, കണ്ണൂർ.